ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചായയുടെ സ്പെഷ്യൽ സാൻഡ്വിച്ചാണ്. ഇങ്ങനെ മസാലയും മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു സാൻഡ്വിച്ച്. ഇന്നൊരു സാൻഡ്വിച്ച് സ്റ്റോറിയും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഈ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അനിയത്തിക്ക് വെറുതെ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തേ. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ഈ സാൻഡ്വിച്ചിന് എന്താ സാൻഡ്വിച്ച് എന്ന് പേര് വന്നേന്ന്. അപ്പോൾ ഞാനും ആലോചിച്ചു, അത് ശരിയാണല്ലോ, അതിനെന്താ ഇപ്പം അങ്ങനെ ഒരു പേര് വന്നേന്ന്. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ ChatGPT പോയി ചോദിച്ചു, ഈ സാൻഡ്വിച്ച് എന്നുള്ള പേരെങ്ങനെയാണ് വന്നതെന്ന്. അപ്പോൾ അതിനൊരു സ്റ്റോറി ഉണ്ടോ. അപ്പോൾ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജോൺ മൊണ്ടാഗ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ആളെ ഏൾ ഓഫ് സാൻഡ്വിച്ച് എന്നാണ് വിളിച്ചിരുന്നത്. ഈ സാൻഡ്വിച്ച് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ആൾക്ക് കാർഡ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമായിരുന്നു. ഒരു ദിവസം കാർഡ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർഡ് കളി നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട് ആളെന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ 2 ബ്രെഡിൻ്റെ അടിയിൽ മീറ്റ് വെച്ച് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ കയ്യിലൊന്നും ആവത്തില്ലല്ലോ, കളിക്കുകയും ചെയ്യാം, ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ട് മറ്റുള്ളവരും അതുപോലെ തന്നെ ഓർഡർ ചെയ്തു. എനിക്ക് സാൻഡ്വിച്ചിനെ പോലെ തന്നെ തരുമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരും അതുപോലെ ഓർഡർ ചെയ്തു. അങ്ങനെയാണ് ഇതിന് സാൻഡ്വിച്ച് എന്നുള്ള പേര് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റോറി. അപ്പോൾ സാൻഡ്വിച്ച് പറയുന്നത് ഒരു സ്ഥലമെന്നൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ സാൻഡ്വിച്ച് ഇവിടെ ഉണ്ടാക്കാമല്ലേ. ഞാൻ മസാല സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്, എഗ്ഗ് മസാല സാൻഡ്വിച്ച്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് മസാലകളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഉപ്പും കൂടി ഇട്ടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അതേസമയം ഞാൻ മുട്ട അവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മുട്ടയെ 4 പീസാക്കിയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മുടെ ഈ സാൻഡ്വിച്ച് പണിയെടുത്തിട്ട് ഇതിന് നടുവിലൊരു കീറുണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു മസാല നന്നായിട്ട് നിറച്ച് കൊടുക്കുകയാണേ. എന്നിട്ട് മസാല നിറച്ചതിന് ശേഷം നമ്മുടെ ഈ പീസാക്കി വെച്ച മുട്ടയില്ലേ, അതിൽ 2 എണ്ണം ഇതുപോലെ നീളത്തിലങ്ങ് വെച്ച് കൊടുത്തു. 2, 3, 4 കൊള്ളാവുന്നത്ര നമുക്ക് വെക്കാം. അപ്പോൾ ഞാൻ 2 പീസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫില്ലിംഗ് എല്ലാം ഇതിൽ വെച്ചതിന് ശേഷം ഈ സാൻഡ്വിച്ച് മേക്കറിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് മസാല സാൻഡ്വിച്ച് നമുക്ക് കിട്ടുക. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു പുകമയം കാണാൻ പറ്റും. സ്വിച്ച് ഓണാക്കിയതിന് ശേഷം അത് ഞാൻ ഓണാക്കിയ കാര്യം മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ആ പുക കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഇനി ഇതങ്ങ് തുറക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഗ്രിൽഡ് സാൻഡ്വിച്ച് ഇട്ടു കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതും ഈ സാൻഡ്വിച്ച് മേക്കറിൽ. അപ്പോൾ ഇത് കാണാനും എന്തും ഇപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, തൊടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം പോയി ചായ വെച്ചു. അപ്പോൾ ചായയൊക്കെ ഗ്ലാസ്സിലാക്കിയ ശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ സാൻഡ്വിച്ചിനെ 2ആയിട്ടൊന്ന് മുറിക്കാമെന്ന്. ഒന്നുമില്ല, അതിൻ്റെ ഒരു ഭംഗി വേറൊരു രീതിയിൽ കാണാൻ വേണ്ടിയിട്ടൊന്ന് മാത്രം. അങ്ങനെ ഒരു കത്തിയൊക്കെ എടുത്തുകൊണ്ട് അതിങ്ങനെ 2 ഭാഗമായിട്ട് മുറിച്ചു. നമ്മുടെ ഈവനിങ് ടീ ഈ സാൻഡ്വിച്ചിനൊപ്പം അങ്ങ് അടിച്ചു പൊളിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.